നമസ്കാരം, എൻ്റെ പേര് രേഷ്മ. ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈനറാണ്. കടവന്ത്ര ജവഹർ നഗറിലാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. ഫാഷൻ ഹണ്ടേഴ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. മെയിനായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഡിസൈൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ആദ്യമായിട്ടും ചെയ്തിരിക്കുന്നത് ഒരു ജെൻസ് വെയർ ചെയ്തിരിക്കുന്ന ലാലേട്ടന് വേണ്ടിയിട്ടാണ്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് ലാലേട്ടൻ, മീന, ഐമ, ആങ്കർ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലാലേട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് സ്പോൺസർ ചെയ്തത്. ബാക്കി മീന, ഐമ, ആങ്കറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് കളമശ്ശേരിയിലുള്ള ദീപാലി എന്ന് പറഞ്ഞ ബൊട്ടീക്കിലാണ് അവർ മെറ്റീരിയൽസൊക്കെ എടുത്ത് സ്റ്റിച്ചിങ് ചെയ്തത്. ബാക്കി ഫുൾ ഡിസൈൻസ് നമ്മുടെ തന്നെയായിരുന്നു ചെയ്തു കൊടുത്തത്. ഓൾ കേരള ലാലേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ട് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോളിൻ്റെ ഷർട്ടിൻ്റെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊടുത്തത്. ലാലേട്ടന് കൊടുത്തത് ലിനൻ മെറ്റീരിയലിലായിരുന്നു നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് ഫുൾ സെറ്റാക്കി നമ്മൾ കൊടുത്തത്, കൈത്തറി മുണ്ടും. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അത്രയും കോസ്റ്റ്ലി ആയ ഒരു സംഭവം ആരും വാങ്ങുന്നതിന് അത്ര അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പ്രൈസിൽ എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിൽ നോർമൽ മെറ്റീരിയലിൽ തന്നെ സിൽക്ക് ടെക്സ്ചറുള്ള മെറ്റീരിയലിൽ ഒരു 850 റുപ്പീസിന് നമ്മൾ ഓൾ കേരള ലാലേട്ടൻ ഫാൻസിന് വേണ്ടി ഷർട്ടൊക്കെ ചെയ്തിരുന്നു. വളരെ നന്നായിട്ട് തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. പഠിത്തം കഴിഞ്ഞ് ഞാൻ പഠിച്ചതെല്ലാം സെൻട്രൽ സാസിലാണ്. പിന്നെ അതിന് ശേഷം കുട്ടിക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി KIFT ഇവിടെ എറണാകുളത്ത് തന്നെയാണ്, അവിടെയാണ് പഠിച്ചതെല്ലാം. അതിനുശേഷം തിരുപ്പൂർ ഗാർമെൻറ്റ് ഫീൽഡ് ഒരു 2.5 വർഷത്തോളം ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു A to Z ഒരു ഗാർമെൻറ്റ് ഫീൽഡിൽ എന്തെല്ലാം പഠിക്കണമെന്ന് നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം അടിത്തറ മുതൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു നൂല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കുന്നു, അത് വീവിങ് ചെയ്യുന്നു, പിന്നീട് അതിന് ശേഷം അതൊരു മെറ്റീരിയലാവുന്നു, മെറ്റീരിയലായിട്ട് അതിനെ നമ്മൾ ഡൈ ചെയ്യുന്നു, ഡൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് പലവിധ പ്രോസസ്സിങ് ഉണ്ട്. അങ്ങനെയാണ് ലാസ്റ്റ് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഷർട്ട്, ബനിയൻ, അങ്ങനെ കിഡ്സ് വെയറും എല്ലാം അവിടെ തന്നെയാണ് ചെയ്യുന്നത്. കൂടുതലും തിരുപ്പൂർ ഗാർമെൻറ്റ്സ് ബനിയൻ ഫീൽഡിലാണ്, നിറ്റഡ് വെയറാണ് അവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഫസ്റ്റ് ഞാനിതിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. പിന്നീട് അതിന് ശേഷം എറണാകുളത്തേക്ക് തിരിച്ചു വന്നു. 2.5 വർഷത്തിന് ശേഷം ഇവിടെ തന്നെ പനമ്പള്ളി നഗറിൽ പല ബൊട്ടീക്സിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പലരുടെയും അസിസ്റ്റൻ്റായിട്ട്. പിന്നീട് അതിന് ശേഷം എനിക്ക് എന്തുകൊണ്ട് സ്വന്തമായി ചെയ്തുകൂടാ എന്നെനിക്കൊരു തോന്നൽ തോന്നി. എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതെന്നും കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ എങ്ങനെയാണ് എടുക്കുന്നതെന്നും എല്ലാം അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചു. ഒരു ബൊട്ടീക്സിലല്ല, പല ബൊട്ടീക്സിലും ഞാൻ നിന്നിട്ടുണ്ട്. പിന്നീട് അതിന് ശേഷമാണ് ഞാനിവിടെ കലൂർ കടവന്ത്ര റോഡിൽ ആദ്യമായിട്ടൊരു ഷോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ മെയിനായിട്ടും കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫുൾ നമ്മൾ പുറത്തുനിന്ന് മെറ്റീരിയൽ എടുത്ത് കൊണ്ടുവന്നിട്ട് സൂരത്, ജയ്പൂർ അവിടെ നിന്നൊക്കെ മെറ്റീരിയൽ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് അത് കസ്റ്റമേഴ്സിന് വേണ്ടി സെയിൽ ചെയ്യുന്നതല്ല ഞാൻ ചെയ്യുന്നത്. ഇവിടെ കൂടുതലും എല്ലാവരും ബൾക്കായിട്ട് പുറത്തുനിന്ന് മെറ്റീരിയൽ എടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുക, അതായിരുന്നില്ല. നമ്മൾക്ക് മെറ്റീരിയൽ എടുത്ത് സെയിൽ ചെയ്യാനാണെങ്കിൽ കോമ്പറ്റീഷൻ ചെയ്യാൻ ഒരുപാട് കടകളുണ്ടാവും. അപ്പോൾ നമുക്ക് മുട്ടി നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അതിനുള്ള ബഡ്ജറ്റും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഒപ്പം സിനിമയുടെ 101 ദിവസത്തെ ഒരു വിജയാഘോഷം പരിപാടി ഉണ്ടായിരുന്നു.
ഇവിടെ ഗോകുലം പാർക്കിൽ വെച്ചിട്ട്. അതിൽ മീനാക്ഷി, അതിൽ മോളായിട്ട് അഭിനയിച്ചു മീനാക്ഷിക്ക് വേണ്ടിയിട്ട് അന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ വട്ടവും എനിക്ക് ആ ഒരു ഫംഗ്ഷന് ചെന്നപ്പോൾ ലാലേട്ടനെ കാണാനും പിന്നെ ലാലേട്ടൻ അപ്പോഴാണ് അറിയുന്നത് ഓൾ കേരള ലാലേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ട് ഷർട്ട് ചെയ്തതും. രണ്ടാമത് ഒപ്പത്തിൻ്റെ ഈ ഒരു വിജയാഘോഷത്തിന് വേണ്ടിയിട്ട് മീനാക്ഷിക്കും കൂടി ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് അന്ന് പറഞ്ഞായിരുന്നു, ഞാൻ അറിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്, നന്നായിട്ടുണ്ട്. അത്രയും വലിയൊരു കലാകാരൻ്റെ മുമ്പിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ എൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ആതിര ദിൽജിത്ത് ഡിയാസ് കമ്പനിയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ഓഡിയോ ലോഞ്ചിൻ്റെ അന്നത്തെ ഒരു ഇവൻ്റ് അവരാണ് ക്രൂ ചെയ്തത്. സത്യം പറഞ്ഞാൽ അവർക്കാണ് ഞാൻ ആദ്യം താങ്ക്സ് പറയേണ്ടത്. ആതിരയാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നത്. പിന്നീട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഇതാണ് ആ ഇവൻറ്റിന് വേണ്ടിയിട്ട് സ്കെച്ചിങ് ചെയ്തത്. അതിൻ്റെ തീം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ആ പേരിൻ്റെ ക്യാപ്ഷൻ പോലെ തന്നെ മുന്തിരിയുടെ കളർ പർപ്പിൾ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പർപ്പിൾ ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് ഫിക്സ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഇന്നർ കോളർ പോർഷനിൽ ഗ്രീൻ, ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ആ യോക്ക് പോർഷനിൽ ഗ്രീൻ തന്നെയാണ്. ഇതിൻ്റെ സെൻറ്ററിലാണ് ഓരോ ഗ്രേപ്സ്, അതായത് മുന്തിരികൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പോക്കറ്റിൻ്റെ പോർഷനിൽ ആ ഒരു ഗ്രീനും ഗ്രേപ്പും. പിന്നെ മീനച്ചിക്ക് വേണ്ടിയിട്ട് സാരി ചെയ്തത് ഒരു മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയായിരുന്നു. അതിൽ ഓറഞ്ച് കളർ ബ്ലൗസിൻ്റെ ഷോൾഡർ പോർഷനിൽ ഗ്രേപ്സും പിന്നെ ഈ ഷർട്ടിന് ഗ്രീൻ കളർ കോളറും ഇന്നർ പോർഷനൊക്കെ വന്നതുകൊണ്ട് സാരിയിൽ ഗ്രീൻ കളർ തന്നെ ബോർഡറാണ് ഫസ്റ്റ് ഫിക്സ് ചെയ്തത്. ഇത് അതിൻ്റെ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓൾ കേരള ലാലേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഷർട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സിൽക്ക് ടെക്സ്ചറുള്ള ഡ്യൂപ്പിയോൺ സിൽക്ക് എന്നാണ് ഈ മെറ്റീരിയലിൻ്റെ പേര്. ഇതിൽ യോക്ക് പോർഷനിൽ ഡബിൾ കോളറാണ്. താഴെ ഈ സെയിം തന്നെ പർപ്പിളും, മേലെ ഈ ബ്ലാക്ക് കളർ മെറ്റീരിയൽ. ഇത് കോട്ടൺ സിൽക്കാണ് ഈ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിൻ്റെ മേലെ പർപ്പിൾ ഷെയ്ഡിലുള്ള, അതായത് 3 ഷെയ്ഡ് ഉണ്ട്. ഡാർക്ക് പർപ്പിൾ, ലൈറ്റ് പർപ്പിൾ, ഇതൊരു പിങ്കിഷ് പർപ്പിളാണ്. ഈ 3 ഷെയ്ഡ് കൂടിയ ഒരു ഗ്രേപ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലൊരു ഗ്രീൻ കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കൊടുത്തിരിക്കുന്നത്. അല്ല വെറുതെ ഒരു ഗ്രേപ്പ് വരുവാണെങ്കിൽ അത് ജസ്റ്റ് ഫിക്സ് ചെയ്ത പോലെ നമുക്ക് തോന്നും. പച്ച ചെടികളുടെ കളറ് പച്ചയാണല്ലോ, അപ്പോൾ പച്ചയുടെ ഒരു സൈഡിൽ ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലെ. ഇതിൻ്റെ അകത്ത് ചരട് വെച്ചിട്ടാണ് ഈ ഗ്രീൻ കളർ പൈപ്പിംഗ്. അതിൻ്റെ മേലെ തുണി കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോക്കറ്റിൽ അതേപോലെ തന്നെ ബ്ലാക്ക് കളർ ബോർഡർ, അതിൻ്റെ മേലെ ഗ്രേപ്സ്. ഇത് ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്യുന്നത്. ഇത് ഓരോ കെട്ടുകളാണ്, അതായത് നോട്ട് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ബാക്കി നോർമൽ ഷർട്ട് തന്നെയാണ്. ഇത് മാത്രമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇപ്പോൾ ഇത്രയും നാളത്തെ ചെയ്ത വർക്കുകൾ വെച്ചിട്ടും എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവരും ഒരു എന്താ പറയുക, ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ഒരു 3 സ്റ്റാർ ഹോട്ടലൊക്കെ എല്ലാവരും എടുത്ത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് എല്ലാവരും ഫാഷൻ ഷോയും ബാക്കിയെല്ലാം ചെയ്യുന്നത്. പുറത്തെ ക്രൗഡ് ഇതുവരെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ തന്നെ ഒരു ഫാഷൻ ഷോ കാണണം, അതിനകത്ത് ഡിസൈനേഴ്സ് ഉൾക്കൊള്ളിക്കുന്ന പുതിയ ഡിസൈൻസ് എന്താണെന്ന് അറിയാനൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കൂടുതലും സന്ധ്യ സമയങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ അതിന് പാസ് ഒരുപാട് വലിയ സ്ഥലങ്ങളിൽ അതൊന്നും നമുക്ക് പോകാൻ പറ്റുന്നതായിരുന്നില്ല. ഒരു സാധാരണ പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് പോകാൻ പറ്റുന്നതായിരുന്നില്ല. ഒരാഗ്രഹമുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ, എൻ്റെ കൊച്ചിയിൽ തന്നെ എനിക്കൊരു ഫാഷൻ ഷോ, അതായത്
എല്ലാവർക്കും സാധാരണക്കാരായ പഠിക്കുന്ന കുട്ടികൾക്ക് പുതിയ തരം നോളജ് ഉണ്ടാവാനും അത് കാണാനും ഒരവസരം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് എനിക്ക് പോകാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഒരുപാട് പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മിസ് കേരള കോമ്പറ്റീഷന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാനൊരു അവസരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. പക്ഷേ എനിക്ക് നമ്മുടെ കൊച്ചിയിൽ ഒരു അത്യാവശ്യം നല്ലൊരു സ്പേസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ 4 ആൾക്കാർക്ക് ക്യാഷ് ഒന്നും തന്നെ ഇല്ലാതെ നല്ലൊരു ഷോ, അതായത് പുതിയ നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് തന്നെ ഡെയിലി വെയർ ആയിട്ട് കോട്ടനാണ് നമ്മളിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കോട്ടൺ വെയർ ആയിട്ടുള്ള ടോപ്സുകൾ, പിന്നെ അതേപോലെ ജെൻസിന് തന്നെ ഷർട്ടിനും കുർത്ത, പുതിയ കോട്ടൺ പാൻറ്റ്, അതൊക്കെ തന്നെ നമുക്ക് പ്രിൻ്റഡ്. ഇപ്പോൾ എല്ലാവരും ജീൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കോട്ടണിൽ തന്നെ ലൈറ്റ് ഷെയ്ഡിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ജെൻസിന് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം. കുറച്ച് ലൂസായിട്ടുള്ളതൊക്കെ ഡെയിലി വെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വീട്ടിലിടാൻ ട്രൗസേഴ്സ്, അങ്ങനെ ഒരുപാട് മോഡൽ വെച്ചിട്ട് നമുക്ക് ഒരു ഫാഷൻ ഷോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് താല്പര്യമുണ്ട്. ഒരാഗ്രഹം എനിക്കൊരു ഷോ ചെയ്യണം തന്നെയാണ്. ഫാഷൻ ഡിസൈനേഴ്സ് ഇപ്പോൾ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾക്ക് ഒരുപാട് നമുക്ക് മെൻ്റലി നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. എനിക്കത് ചെയ്യാൻ സാധിക്കും, ഇത് ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും സാധിക്കുന്നത് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ആരുടെയെങ്കിലും കീഴിൽ നിന്ന് അവർ പറയുന്നത് കേട്ട് നമുക്ക് ആദ്യമൊക്കെ ഒരുപാട് നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നീട് പക്ഷെ നമുക്കത് ഗുണം തന്നെ ഉണ്ടാവുള്ളൂ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ വീട്ടിലിരിക്കുന്ന സമയങ്ങളിലാണെങ്കിലും സൺഡേസ് ആണെങ്കിലും ഒരുപാട് സ്കെച്ച് ചെയ്യുക. ഞാനും ഒരുപാട് സ്കെച്ച് ചെയ്ത് തന്നെയാണ് നമുക്ക് പുതിയ ഐഡിയാസ്, പുതിയ കളേഴ്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കളേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പുതിയ ഷെയ്ഡ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഉള്ള ഷെയ്ഡ്സ് തന്നെയാണ്, പക്ഷേ പല മെറ്റീരിയൽസിനും പല ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ചിലതിൽ ലൈറ്റർ ആയിരിക്കും ഭംഗി. ഇപ്പോൾ ജൂട്ടാണെങ്കിൽ തന്നെ ജൂട്ടിൽ ജൂട്ടിൻ്റെ ഷെയ്ഡ് എല്ലാവർക്കും അറിയാം. ജൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കാണ്, ചാക്കിൻ്റെ ഷെയ്ഡ് തന്നെയാണ്. ചാക്കിൽ തന്നെ ഷെയ്ഡിൽ ഒരുപാട് ഡിഫറൻസ് വരുത്തുന്നുണ്ട്. പർപ്പിൾ, ലൈറ്റ് പിങ്ക്, ലൈറ്റ് പീച്ച്, ഇങ്ങനെയുള്ള ഷെയ്ഡിൽ ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ മെറ്റീരിയൽ ഉണ്ടെന്നാണെങ്കിൽ അതിൻ്റെ കട്ട് പീസ് മെറ്റീരിയൽ വാങ്ങാം. മെറ്റീരിയൽ വാങ്ങി ഡ്രോയിങ് ബുക്കിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്കെച്ച് ചെയ്യുക. സ്കെച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് ഈ വീവിങ്ങിൻ്റെ ടെക്സ്ചർ വെച്ചിട്ട് തന്നെ നമുക്കതിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ വാങ്ങിയ ജൂട്ടിൻ്റെ മെറ്റീരിയൽ നമുക്ക് അതിൽ ഫസ്റ്റ് ഏതെങ്കിലും പെയിൻറ്റ് നമ്മൾ കൊടുക്കുക. ആൻഡ് അത് നേരെ ജസ്റ്റ് ഈ വരച്ചിരിക്കുന്ന ഫസ്റ്റ് സ്കെച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഡിസൈൻ ആണെങ്കിൽ അതിൻ്റെ മേലെ നമ്മൾ കൈകൊണ്ട് യൂസ് ചെയ്യാതെ തന്നെ മെറ്റീരിയലിൽ നമ്മൾ ഫസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ജൂട്ടിൻ്റെ എഫക്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഡ്രസ്സിലേക്ക് ഡയറക്റ്റായിട്ട് അത് പതിയും. അതായത് കാണുന്നവർക്കും അത് മനസ്സിലാകും ഇത് ജൂട്ടാണെന്ന്. നമ്മൾ കൈകൊണ്ട് എത്ര സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിനാ എഫക്റ്റ് അത്രയും വരില്ല. ഇങ്ങനെയുള്ള ചെറിയ ടിപ്സൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഒരുപാട് സ്കെച്ച് ചെയ്യുക. ചില ദിവസങ്ങളിൽ നമ്മൾ ആലോചിക്കുമ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഐഡിയാസ് നമുക്ക് കിട്ടും. ചില ദിവസങ്ങളിൽ അത് വളരെ കുറവായിരിക്കും. എങ്കിലും എപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്യുക. പുതിയ ഷോ ഒരുപാട് ചെയ്യുന്നവരുണ്ട്. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും. അതിൽ അവർ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ ഡിസൈൻസ് നോക്കുക. അതേപടി കോപ്പി ചെയ്യാനല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 2017, 2016, 2015 ഇതിലൊക്കെ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റും. എപ്പോഴും ഒരു 5 വർഷം ബാക്കിലേക്ക് പോകുമ്പോഴാണ് ഡ്രസ്സിൻ്റെ എത്രത്തോളം പുതിയ ഡിസൈൻസ് വന്നെന്നൊക്കെ അറിയാൻ നമുക്ക് സാധിക്കുന്നത്. ഇത് റോ സിൽക്കാണ് മെറ്റീരിയൽ. ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്, നേവി ബ്ലൂ അല്ല, നേവി ബ്ലൂവിൽ ബ്ലാക്ക് ടിൻറ്റ് കലർന്നിട്ടുള്ള ഷെയ്ഡാണ്. ഈ റോ സിൽക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ഹാൻഡ് വർക്ക്സ് ആണ്. അതായത് ബീഡ്സ് ആണ്. ഇത് ഗ്ലാസ് വർക്കാണ്. ഗ്ലാസിൻ്റെ 2 ഷേപ്പ്, ഒന്ന് ഡയമണ്ട് ഷേപ്പും ഇത് നോർമൽ റൗണ്ടും അഗെയിൻ ഡയമണ്ട്. ഇങ്ങനെ 3 ലെയറായിട്ടാണ് നമ്മൾ ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ബീഡ്സ്, ആൻറ്റി ഗോൾഡ് ബീഡ്സ് വെച്ചിട്ടാണ് ഇത് വർക്ക് ഫില്ല് ചെയ്തിരിക്കുന്നത്. എഡ്ജിൽ ഒരു ഡാർക്ക് പീച്ച് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് സാരി ഫുള്ള് പണ്ട് ചെയ്യുന്നതായിരുന്നു എപ്പോഴും നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. സാരി ഫുള്ള് വർക്ക്, സാരി ഫുള്ള് ബോർഡർ, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ബോർഡറിൽ നിന്നൊക്കെ മാറി നമുക്ക് ചിന്തിക്കാം. ഇത് വരുന്നത് ഈ യോക്ക് പോർഷനിലാണ്. അതായത് സാരി ഉടുത്ത് കഴിയുമ്പോൾ ഈ യോക്ക് പോർഷനിലായിട്ട് മാത്രം വർക്ക് നിൽക്കും. കാരണം
ഈ വർക്ക് നമ്മൾ സാരി മൊത്തം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇതൊരു റീസണബിൾ പ്രൈസ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ വരുന്നത് ഇതിൻ്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷനിൽ ഒരു സൈഡിൽ മാത്രം, അതായത് കയ്യിലേക്ക് എടുത്തു കുത്താവുന്ന രീതിയിലുള്ള സൈഡിൽ മാത്രം വരുന്നതാണ് ഈ ചെറിയൊരു യോക്കിൽ കൊടുത്തിരിക്കുന്ന അതേ സെയിം വർക്ക് തന്നെയാണ് താഴെയും ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ പൈപ്പിംഗ് ചെയ്തിരിക്കുന്ന ഈ ഡാർക്ക് കളർ പീച്ചാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അതിന് താഴെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ തുണിയുടെ അടിയിൽ നൂലുകൾ പോകുമ്പോൾ അത് പൊട്ടിപ്പോകുമോ എന്നൊക്കെയുള്ള പേടി കസ്റ്റമേഴ്സിന് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ പേടിയുടെ ആവശ്യമില്ല. താഴെ ലൈനിങ് വെച്ചിട്ട് നമ്മളിത് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ നൂലുകൾ ഉടക്കാനോ അങ്ങനെ ഒന്നും ചാൻസ് വരില്ല. വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് റോ സിൽക്ക് അല്ല, പക്ഷേ റോ സിൽക്കിൻ്റെ അതേ ടെക്സ്ചറുള്ള റോ സിൽക്കിനേക്കാളും കുറച്ച് റേറ്റ് കുറഞ്ഞതാണ്. റോ സിൽക്കിന് ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു 700, 650 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇത് അതിൻ്റെ തന്നെ ഡ്യൂപ്പിയോൺ സിൽക്ക് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഷർട്ട് ചെയ്തിട്ട് അതേ മെറ്റീരിയൽ തന്നെയാണ്, കുറച്ച് സിൽക്കിൻ്റെ ടെക്സ്ചർ ഉണ്ടാവും. ഇത് റണ്ണിങ് മെറ്റീരിയലാണ്. ഈ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് സാരി ആയിട്ടോ സൽവാറായിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സാരിയിൽ ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന സാരിയാണ്. ഇതിന് നമ്മൾ ഫുൾ ബോർഡറിങ് കൊടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ് ട്യൂബാണ്. ഇതിൻ്റെ അകത്ത് ട്യൂബാണുള്ളത്, ചില്ലിൻ്റെ ട്യൂബാണിത്. ഈ ട്യൂബ് വെച്ചിട്ട് ഫുൾ നമ്മളിതിൽ ഫ്ലവറിൻ്റെ എഡ്ജെല്ലാം നമ്മൾ ലീഫ് വെച്ച് നമ്മൾ കവർ ചെയ്തു. പിന്നെ ഇത് സെൻറ്ററിലുള്ളത് ഗ്ലാസ് ആണ്. ഈ ഫുൾ ആൻറ്റി ഗോൾഡും ബ്ലാക്കിഷ് ഗോൾഡും ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് ഇങ്ങനെ തന്നെയുള്ളൊരു ബോർഡർ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു സാരി ബോർഡറിങ് ചെയ്യുന്നത് 9 മീറ്ററാണ്. സാധാരണ ഒരു സാരി 5 മീറ്റർ 5.5 മീറ്ററാണ്. പക്ഷേ അതിന് 2 സൈഡ് കൂടി കവർ ചെയ്ത് വരുമ്പോൾ 9 മീറ്ററിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു പാർട്ടി വെയർ ആണ്. ഈ മെറ്റീരിയൽ ജോർജറ്റാണ്. നമ്മൾ ചെയ്യുന്നത് മെഷീൻ എംബ്രോയിഡറി ചെയ്യാറില്ല. കസ്റ്റമേഴ്സ് മെഷീൻ എംബ്രോയിഡറി വേണം എന്നാവശ്യപ്പെടുന്ന സമയങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് ഫുൾ ഹാൻഡാണ്. കാരണം ഹാൻഡിൽ നമ്മൾക്ക് ഇതുപോലെ ട്യൂബ്, ഗ്ലാസ്, സ്റ്റോൺസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മെഷീനിലാണെങ്കിൽ അതൊക്കെ സൂചി കുത്തുമ്പോൾ തന്നെ സൂചി ഒടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് ചെയ്യുന്നത് വളരെയധികം മെഷീനേക്കാളും ഫിനിഷുമാണ്. നമ്മൾക്ക് എത്ര വേണേലും പല ടൈപ്പിലുള്ള ബീഡ്സ്, സ്റ്റോൺസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു സൽവാറിൻ്റെ യോക്ക് പോർഷനാണ്. ഫുൾ താഴേക്ക് നോർമൽ സ്റ്റോൺ ആണ്. ഈ സ്റ്റോൺ കൂടാതെ തന്നെ യോക്ക് പോർഷനാണ് കുറച്ച് ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ വന്നിരിക്കുന്ന വർക്ക് സാറ്റിൻ സ്റ്റിച്ചും നോട്ടും ആണ്. സാറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആ സ്കെച്ച് മൊത്തത്തിൽ കവർ ചെയ്യുന്ന സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് നോട്ടാണ്, അതായത് നമ്മൾ കെട്ടിട്ടിട്ട് ചെയ്യുന്ന വർക്കിനാണ് നോട്ട് എന്ന് പറയുന്നത്. ആ നോട്ടാണ് ഈ ഫ്ലവേഴ്സിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആൻറ്റി ഗോൾഡും ഗ്രീനും റെഡും. ബാക്കി ഇടയിൽ വന്നിരിക്കുന്നതെല്ലാം സ്റ്റോണും ട്യൂബും ആണ്.